പാക് അധീന കാശ്മീരിലെ ജനങ്ങൾ ഭാരതത്തിനോട് കെഞ്ചി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളെ കൂടെ നിങ്ങളുടെ ഭാഗമാക്കൂ, ഞങ്ങൾക്ക് പട്ടിണി കിടന്ന് മരിക്കാൻ പറ്റുന്നില്ല എന്നൊരു സാഹചര്യമാണ്. ഇപ്പോൾ പാക് സൈന്യം എത്രയും പെട്ടെന്ന് തിരിച്ചു പോകണം, അങ്ങനത്തെ പ്രക്ഷോഭങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ മോദി അവരുടെ വിളി കേൾക്കുമോ? ഇവരെ തിരിച്ച് ഇങ്ങോട്ട് വരുമോ? അങ്ങനത്തെ സാഹചര്യം വല്ലതും നിലനിൽക്കുന്നുണ്ടോ? അല്ല, അവർ ഇങ്ങോട്ട് വരുന്നോ അങ്ങോട്ട് വരുന്നതല്ല. ഉം, ഇപ്പോൾ പാകിസ്ഥാന്റെ അധീനതയിലിരിക്കുന്ന ഈ കാശ്മീർ പ്രദേശം ഇന്ത്യയുടെ അധീനതയിലേക്ക് മാറുക എന്നുള്ളതാണ്. ഉം. അതല്ലാതെ പാകിസ്ഥാനിലെ ജനങ്ങൾ ഇങ്ങോട്ട്, അല്ലെങ്കിൽ ആ കാശ്മീരിലുള്ള പാക് ജനങ്ങൾ അധീനത കാശ്മീരിലാണ്. ഇങ്ങോട്ട് വരും എന്നുള്ളതല്ല. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരാവശ്യമില്ലാതെ പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് എന്നും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി പാകിസ്ഥാൻ കൈവശം വെച്ചൊരു പ്രദേശമാണ് പാക് അധീന കാശ്മീർ എന്ന് പറയുന്നത്. എന്നും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി. ആ രാജ്യത്തിൻ്റെ ജനനം തന്നെ നല്ല രാശിയിലല്ല. ഉം. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം മതത്തിൻ്റെ പേരിൽ ഒരു രാജ്യം വേണം എന്ന് പറഞ്ഞു ഉണ്ടാക്കിയെടുത്ത രാജ്യമാണ് പാകിസ്ഥാൻ. പാകിസ്ഥാൻ. ഉം. ആ പാകിസ്ഥാൻ പലതായി ചെതറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അഫ്ഗാനിസ്ഥാൻ്റെ പ്രദേശത്തുള്ളത്, ആ പ്രദേശം മുഴുവനും അഫ്ഗാൻ്റെ കീഴിലേക്ക് പതുക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. തീവ്രവാദികളും ഒക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. ബലൂചിസ്ഥാനിലെ എത്രയോ കാലമായിട്ട് അങ്ങോട്ട് പാകിസ്ഥാൻ്റെ കക്ഷികൾക്ക് പ്രവേശനം ഇല്ലാതിരിക്കുകയാണ്. റാവൽപിണ്ടി മേഖലയിലാണെങ്കിൽ അവിടെയും കലാപമാണ്. അങ്ങനെ പാകിസ്ഥാൻ ഒരു കലാപഭൂമിയായി മാറിയിരിക്കുകയാണ്. അത് എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ ഇസ്ലാമിക തീവ്രവാദി സംഘങ്ങൾക്കും അഭയസ്ഥാനം കൊടുത്ത രാജ്യമാണ് പാകിസ്ഥാൻ. ആണ് പാകിസ്ഥാൻ പിന്നെ ലഷ്കർ ഇ തോയ്ബയ്ക്ക് അഭയസ്ഥാനം കൊടുത്തു. ആരൊക്കെയാണോ ലോകത്ത് ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ നേതൃത്വത്തിൽ വരുന്നത്, ഒസാമ ബിൻ ലാദൻ അടക്കം ആര് വന്നു കഴിഞ്ഞാലും അവർക്കൊക്കെ ഇത് അഭയം കൊടുക്കുകയും അവരെ കൊണ്ട് മറ്റ് രാജ്യങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു രാജ്യമാണത് പാകിസ്ഥാൻ. ഇന്നിപ്പോൾ അവരനുഭവിക്കുന്നത്, ഇപ്പോൾ അവിടെ തന്നെ അവിടെ അട്ടർ ലോലെസ്നെസ് ആണ്. കാരണം നമുക്ക് ഇടക്കിടക്ക് കാണാം, അജ്ഞാതൻ കുറേ പേരെ കൊന്നു എന്ന് പറഞ്ഞ് കാണും. ഈ അജ്ഞാതൻ കൊല്ലുന്നതിനെ കുറിച്ച് അന്വേഷണം പോലും നടക്കാത്ത രാജ്യമാണ് പാകിസ്ഥാൻ. ഈ അജ്ഞാതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ കുടിയിരുത്തിയിരിക്കുന്ന ഇസ്ലാമിക തീവ്രവാദി സംഘങ്ങളാണ് ഇത് നടത്തുന്നത്, അല്ലാതെ വേറെ ആരുമല്ല. അത് അജ്ഞാതൻ എന്നൊരു പേര് കൊടുക്കുകയാണ്. കാരണം അത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ, ഒസാമ ബിൻ ലാദനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് സംഘടനയ്ക്കും അവിടെ സ്ഥാനം കൊടുത്തില്ലേ. ഇന്ത്യയിൽ ലഷ്കർ ഇ തോയ്ബയുടെ മുഴുവൻ ആൾക്കാരെ ഇന്ത്യയിലേക്ക് വിട്ട് ഇന്ത്യയിൽ കലാപം നടത്താൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇന്നും. അങ്ങനെ തീവ്രവാദികളെ വളർത്തി ആ തീവ്രവാദികളെ അയൽ രാജ്യങ്ങളിലേക്ക് വിട്ട് അവിടെ കലാപകലുഷിതമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു രാജ്യമാണ്. അത് പിന്നെ എങ്ങനെ ചൊവ്വാകും? ആ രാജ്യമാണ്. അതിപ്പോൾ സാമ്പത്തികമായി തകർന്ന് പാപ്പരായിരിക്കുകയാണ്. അപ്പോൾ സാമ്പത്തികമായിട്ട് തകർന്ന ഒരു രാജ്യത്ത് ജനങ്ങൾ പട്ടിണിയിലാണ്. ഇപ്പോൾ പാക് ഒക്കപ്പ്യൂഡ് കാശ്മീരിലെ ജനങ്ങളും POKയിലെ ജനങ്ങളും പട്ടിണിയിലാണ്. അവർക്ക് ആഹാരം കിട്ടണം, വസ്ത്രം കിട്ടണം, പാർപ്പിടം കിട്ടണം, വൈദ്യസഹായം കിട്ടണം, വിദ്യാഭ്യാസം, ഇതൊന്നും കൊടുക്കാൻ പാകിസ്ഥാന് കെൽപ്പില്ല. പിന്നെ പാകിസ്ഥാന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. പാകിസ്ഥാനിലുള്ള എല്ലാ പ്രമുഖ നേതാക്കളും പാകിസ്ഥാനിലല്ല താമസിക്കുന്നത്, യൂറോപ്പിലാണ്. ഇവിടെ ഇലക്ഷൻ ആകുമ്പോൾ വരുന്നവരാണ്. ഇലക്ഷൻ ആകുമ്പോൾ ടൂറിസ്റ്റ് വിസയിൽ അവിടെ വരുന്നവരാണ്. ഇവരൊക്കെ ഒന്നുകിൽ ഇംഗ്ലണ്ടിലുണ്ടാകും, അല്ലെങ്കിൽ ഫ്രാൻസിലുണ്ടാകും, അല്ലെങ്കിൽ ജർമ്മനിയിലുണ്ടാകും, കുറേ പേര് അമേരിക്കയിലുണ്ട്. ഇങ്ങനെ ഇവിടെയല്ല താമസിക്കുന്നത്. അവരും അവരുടെ കുടുംബാംഗങ്ങളും ഒക്കെ വിദേശത്താണ് താമസിക്കുന്നത്, ഈ നേതാക്കളുടെയൊക്കെ മുഴുവനും. അതിപ്പോൾ ഭൂട്ടോയുടെ കുടുംബമായാലും മറ്റേ സിയാവുൽ ഹക്കിൻ്റെ കുടുംബമായാലും, നിങ്ങൾ ആരുടെ കുടുംബം എടുത്ത് നോക്കിയോ, ആ കുടുംബത്തിൻ്റെ നേതാക്കളൊക്കെ താമസിക്കുന്ന അവിടെയാണ്. ഇപ്പോഴത്തെ അവിടുത്തെ മറ്റേ മറ്റേ സൈന്യാധിപൻ, അയാളുടെ കുടുംബവും താമസിക്കുന്ന ഇംഗ്ലണ്ടിലാണ്. അപ്പോൾ ഈ പ്രമുഖ സൈന്യാധിപന്മാരുടെയും സൈനിക മേധാവികളുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും കുടുംബങ്ങളൊന്നും അവിടെ താമസിക്കുന്നില്ല. എല്ലാവരും വിദേശത്താണ് താമസിക്കുന്നത്. നമുക്ക് ഭാഗ്യവശാൽ അങ്ങനെ ഒരു നേതാവേ ഇപ്പോൾ ഉള്ളു.
വിദേശത്ത് പോയി അത് രാഹുൽ ഗാന്ധിയാണ്. അദ്ദേഹവും ഇതുപോലെ വിദേശത്ത് പോയി താമസിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ വിദേശത്ത് താമസിച്ചുകൊണ്ട് സ്വദേശത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണ് ഇന്നിപ്പോൾ കാശ്മീരിലുള്ളവർ, ഐ മീൻ പാകിസ്ഥാൻ. പാകിസ്ഥാനിലുള്ളവർ. അങ്ങനെയുള്ള ഒരു രാജ്യം എങ്ങനെ പുരോഗമിക്കുമെന്നാണ് നിങ്ങൾ പറയുന്നത്? ഇവരെല്ലാവരും ഈ രാഷ്ട്രീയ നേതാക്കളൊക്കെ അവിടെ നിന്ന് അടിച്ചു മാറ്റാൻ പറ്റുന്നത് മുഴുവൻ അടിച്ചു മാറ്റിയിട്ട് മക്കളും പരിവാരങ്ങളും ഒക്കെ ഒത്ത് വിദേശത്ത് സുഖമായിട്ട് കഴിയുന്നു. ഭൂട്ടോയുടെ കുടുംബം തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴാണ് അങ്ങോട്ട് പാകിസ്ഥാനിലേക്ക് വരുന്നത്. തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ വരുന്നു, പാകിസ്ഥാനിൽ വരുന്നു, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു, ചിലപ്പോൾ ജയിക്കുന്നു അല്ലെങ്കിൽ തോക്കുന്നു. നവാസ് ഷെരീഫാണ് ഇപ്പോഴത്തെ കക്ഷി, ഇല്ലേ? അതെ, നവാസ് ഷെരീഫ് ഇതുപോലെ തന്നെ വിദേശത്തായിരുന്നു, അവിടെ വന്നു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു, ജയിക്കുന്നു, ജയിച്ചാൽ അവിടെ നിൽക്കും, തോറ്റാൽ അപ്പം തന്നെ പോകും. ഇങ്ങനെ ഒരു രാജ്യം വേറെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ രീതിയിൽ ധാർമ്മികമായും സാമ്പത്തികമായും സാമൂഹികമായും രാഷ്ട്രീയമായും ശിഥിലമായിരിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. എവിടെ നിങ്ങൾ പാകിസ്ഥാൻ എവിടെ? ഇപ്പം ആകെ നിങ്ങൾ കേട്ടിരിക്കുന്ന പാകിസ്ഥാൻ എന്തിനാണ്? പാകിസ്ഥാൻ മധ്യസ്ഥ വഹിക്കുന്നു എന്ന് മാത്രമാണ് കേൾക്കുന്നത്. വേറെ ഈ ലോകത്ത് നടക്കുന്ന സാമ്പത്തിക സാംസ്കാരിക വിശകലനങ്ങളിലോ അതിൻ്റെ വിജയങ്ങളിലോ അതിൻ്റെ മറ്റേ സംസ്ഥാപനങ്ങളിലോ എങ്ങും പാകിസ്ഥാൻ്റെ പേരില്ല. നിങ്ങൾ എവിടെയെങ്കിലും കേൾക്കുന്നുണ്ടോ? ഒരു വ്യവസായ സംരംഭം പാകിസ്ഥാനിൽ ആരും പറയാറില്ല, പാകിസ്ഥാൻ പറയുന്നേ ഇല്ല. പിന്നെ ഇപ്പം പറയണ ഇപ്പം എന്താണ്, ഇന്ത്യ വെള്ളം കൊടുക്കണം എന്നാണ്. ഞങ്ങൾക്ക് സൗകര്യപ്പെടില്ല എന്ന് പറഞ്ഞാൽ സൗകര്യപ്പെടില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ ആ രീതിയിൽ ബാങ്കറപ്റ്റായിരിക്കുന്ന ഒരു രാജ്യം, പാപ്പരായിരിക്കുന്ന ഒരു രാജ്യം, ആ പാപ്പരായിരിക്കുന്ന ഒരു രാജ്യത്ത് ഞങ്ങൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലേ എന്നാണ് ആര് പറയുന്നത്? POK പറയുന്നത്. ഞങ്ങൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല, ഇവിടെ ആരും ഞങ്ങളെ ശ്രദ്ധിക്കുന്നില്ല, ഞങ്ങൾക്ക് ആഹാരമില്ല, വസ്ത്രമില്ല, പാർപ്പിടമില്ല, വിദ്യാഭ്യാസമില്ല, വൈദ്യസഹായമില്ല, ഒന്നുമില്ല, ഞങ്ങൾ അവഗണിക്കപ്പെട്ടിരിക്കുന്നു, ഞങ്ങളെ രക്ഷിക്കണമെന്നാണ് പറയുന്നത്. അവിടുത്തെ വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ സ്ത്രീകള് എല്ലാവരും തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. എന്നിട്ടാണ് സൈന്യത്തിനോട് പിൻവാങ്ങണം എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസമായിരുന്നല്ലോ അവരുടെ പരിസ്ഥിതി മന്ത്രി മോദിയുടെ കൈവെട്ടു എന്നൊക്കെ ഉള്ള രീതിയിൽ അത് മറ്റേ വെള്ളം കൊടുത്തില്ലെങ്കിൽ കൈവെട്ടു. ആദ്യം അവരുടെ പ്രതിരോധ മന്ത്രി പറഞ്ഞു ഞങ്ങൾ യുദ്ധത്തിന് പ്രേരിതമാണ്, ഞങ്ങൾ യുദ്ധത്തിന് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. പിന്നീട് രണ്ടാമത് കൈവെട്ടു. അല്ല, ഇനി അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ഇനി പാകിസ്ഥാൻ ഒരു യുദ്ധത്തിന് വന്നാൽ അങ്ങനെ ഒരു രാജ്യം ഭൂപടത്തിൽ ഉണ്ടാകില്ല. അല്ല, അങ്ങനെ അവര് നേതൃത്വങ്ങൾ അത് പറയുകയും പക്ഷെ അവിടുത്തെ ജനങ്ങൾ അതേ മോദിജിയോട് തന്നെ സഹായം അഭ്യർത്ഥിച്ചു. അല്ലത് സൈന്യം പല തട്ടിലാണ് അവിടെ. പിന്നെ ഈ ക്ലർജി ഉണ്ട്, ഇസ്ലാമിക് ക്ലർജി, അവരും സൈന്യവും തമ്മിലുള്ള രഹസ്യ ബന്ധങ്ങളുണ്ട്. ആര് എപ്പോഴും അവിടെ ജീവിച്ചിരിക്കും, ആര് എപ്പോൾ കൊല്ലപ്പെടുമെന്ന് ഒരാൾക്കും ഒരു നിശ്ചയവുമില്ല. അപ്പം അങ്ങനെയുള്ളൊരു രാജ്യമാണ് അവർ. ചില രാജ്യങ്ങൾ ചില തുറമുഖത്ത് ചൈനയുമായിട്ടൊരു എഗ്രിമെന്റ് ഉണ്ടാക്കി ചില തുറമുഖമൊക്കെ വികസിപ്പിക്കാൻ എടുത്തപ്പോൾ ആ പ്രദേശത്തുള്ളവർ അതിനെതിരായി. ചൈനക്കാരെ കണ്ടു കഴിഞ്ഞാൽ കൊല്ലാൻ തുടങ്ങിയ ബലിവെച്ചുകൾ, അതോടുകൂടി അത് തകർന്നു. ചൈനക്കാരെ കണ്ടു കഴിഞ്ഞാൽ കൊല്ലുമെന്ന അവസ്ഥ വന്നു തന്നെ പിന്നെ ഏതെങ്കിലും ചൈന അവിടെ പോയിട്ട് കാശ് മുടക്കുക ഇല്ല. അപ്പോൾ ഈ രീതിയിൽ സർവശിഥിലമായിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. ആ രാജ്യം എങ്ങനെ വരും, എന്ത് വരും എന്നുള്ളതായിട്ട് നമുക്കെങ്ങനെ അറിയാൻ പറ്റും? നമുക്കൊന്നും അറിയാൻ പറ്റില്ല. അതുകൊണ്ട് POK കാരണം അതിനകത്ത് എന്ത് നിലപാട് സ്വീകരിക്കണമെന്നുള്ളത് രാജ്യം തീരുമാനിക്കേണ്ട കാര്യമാണ്. നമുക്ക് നമ്മുടെ ലെവലിലോ ഇവിടുത്തെ മാധ്യമങ്ങളുടെ ലെവലിലോ തീരുമാനം എടുക്കാൻ പറ്റില്ല. കാരണം ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചിട്ട് രാജ്യത്തിൻ്റെ സുരക്ഷ, ബാക്കി പ്രശ്നങ്ങളൊക്കെ ആലോചിച്ചിട്ട് തീരുമാനിക്കേണ്ടതാണ്. അത് എന്ത് തീരുമാനിച്ചാലും പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണെന്നേ ഞാൻ പറഞ്ഞതിന് അർത്ഥമുള്ളൂ. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നതാണ് ഞങ്ങളുടെ വിജയം. ഒപ്പം നിങ്ങൾ കൂടെ ഉണ്ടാവണം, ഒപ്പം സഞ്ചരിക്കണം. ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ഇന്ന് തന്നെ.